മുസ്ലിങ്ങളായ നമ്മുടെ തലമുറകളിൽ കഴിഞ്ഞുപോയ നല്ല കാര്യങ്ങൾ നമ്മുടെ കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ അടുത്ത തലമുറ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. സൂറത്തിൽ പറയുന്നത് ശേഷം വരുന്ന ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരെ പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ ഇവിടെ വരുമ്പോ, ഒരു തലമുറ ഇവിടെ വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ തലമുറ അടുത്ത തലമുറക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു? ഒരു ചോദ്യമാണ്. അതിന് നമ്മൾ മറുപടി പറഞ്ഞു, പഠിച്ചോനെ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ അടുത്ത ആളുകൾക്ക് ചെയ്യും. അപ്പൊ അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. നമ്മൾ ബർസഖിയായ ലോകത്ത് ജീവിക്കുമ്പോൾ ഏകാന്തതയുടെ കൂരിരുട്ടിൽ ആ ഈമാനും അതുപോലെ തന്നെ അവരുടെ ദുആ, അവരുടെ പ്രാർത്ഥന നമുക്ക് വെളിച്ചമാകും, പ്രകാശമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല യഥാർത്ഥ തലമുറയായി പരിചയപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളും അതിനുശേഷം വന്ന ഉത്തരവിട്ടായിരുന്നു. അവരെ ചാഞ്ഞ് ചാണായി മുഴക്കിന് മുഴമായി പറ്റുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു എല്ലാവരെയും മാറാവട്ടെ. അതുപോലെ തന്നെ വിശ്വാസികൾ തമ്മിൽ അഹോദര്യവും സ്നേഹവും അതുപോലെ തന്നെ ഐക്യവും ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ പാവങ്ങൾക്കും എല്ലാവരെയും പ്രവേശിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ അതിഥികളായി അതിൽ പെടാവട്ടെ. ولا تجعل في قلوبنا غلا للذين آمنوا ربنا